السلام عليكم. كيف حالكم؟ الحمد لله. مرحبا أهلا وسهلا إلى قناتي الهادية. എല്ലാ കൂട്ടുകാർക്കും ഹാദിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. 31ാമത്തെ പേജിൽ തലവൂസുൽ ബിയ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? തലവൂസുൽ ബിയ, പരിസ്ഥിതി മലിനീകരണം. തലവൂസ് പറഞ്ഞാൽ പൊല്യൂഷൻ, അൽ ബിയ എൻവിറോൺമെൻ്റൽ പൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഒരു മൽലൂമയാണ് അല്ലേ. മൽലൂമ പറഞ്ഞാൽ എന്താ? ഒരു കവിതയാണ്. തലവൂസുൽ ബിയ എൻവിറോൺമെൻ്റൽ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം. അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ പറയാം? പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് നഹ്നു യുവാജു അല്ലാന തലവൂസുൽ ബിയ അല്ലേ, വാ മുഷ്കിലാത്തുൻ അൻ തലവൂസുൽ ബിയ അല്ലേ. നമ്മൾ ഇന്ന് എന്തൊക്കെ പരിസ്ഥിതി മലിനീകരണം എല്ലാ രീതിയിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ പ്രശ്നങ്ങളും പല രീതിയിൽ നമ്മൾ പരിസ്ഥിതി മലിനീകരണം ഫേസ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിസ്ഥിതി മലിനീകരണം ഏതെല്ലാം രീതിയിലാണ്? വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം, ശബ്ദ മലിനീകരണം, അങ്ങനെ പല രീതിയിലും നമ്മൾ പരിസ്ഥിതി മലിനമായി കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ പരിസ്ഥിതി മലിനീകരണം എങ്ങനെയൊക്കെ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാം? നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ കവിത എഴുതിയത് ആരാണ്? തലവൂസുൽ ബിയ എഴുതിയത് ദക്തൂർ മോത്തസാലി, ഡോക്ടർ മോത്തസാലിയാണ് നമ്മുടെ ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കവിത നല്ലൊരു ഈണത്തിൽ നമ്മളൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഒന്ന് ശ്രവിച്ചു നോക്കുക. ബാനൽ ഫസാദു ഹുനാ ഫിൽ അർളി വന്തശരാ ഫിൽ ബർരി വൽ ബഹരി ലാ ഫർഖു നറൽ ഇലലാ تبكي السماء على أرض مؤلمة أصابها الرباط تدمع المقلا أين الرياح التي كانت توازلها هل جاءت الأرض صرصر بدلا الماء اللوث من أفعال إخوتنا جفت منابع بانت لنا زللا ويحمل النهر ما يلغي طهارته لينقل السم في الأرجاء إن هملا أمست هناك نفايات مبثرة من كل نوع كان القلم قلا نرى التلوث تدين مصدره قد التصخر وهل يرهب الدبلا إن الأنام لله قد أبثوا وفي الحياة نلا يضرب المثلا. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിയായി പാടിയില്ലേ. നമ്മുടെ ഒരു ഫ്രണ്ട് പാടിയതാണ്, അവൾക്കൊരു താങ്ക്സ് കൊടുക്കാം. ശുക്രൻ യാ മുർഷിദ. ഇനി നമുക്ക് ആ കവിതയുടെ ഫസ്റ്റത്തെ ലൈൻ ഒന്ന് നോക്കാം. ബാനൽ ഫസാദു ഹുന ഫിൽ അർളി വൻതശറ ഫിൽ ബർരി വൽ ബഹരി ലാ ഫർഖും നറൽ ഇലല. ബാനൽ ഫസാദു ഹുന, ബാന ലഹറ, അൽ ഫസാദു ഹലാക്ക്, ഹുന ഇവിടെ നാശം പ്രകടമായിരിക്കുന്നു, ഇവിടെ നാശം സംഭവിച്ചിരിക്കുന്നു. ഫസാദിന് നമ്മൾ എന്ത് പറയാ? ഹലാക്ക്, നാശം എന്നൊക്കെ പറയാം. ഫസാദ് എന്നൊക്കെ നമ്മൾ ഉച്ചരിക്കാറുണ്ട് അല്ലേ.
നമുക്ക് നാശം സംഭവിക്കുന്നതിന് ഫസാദ് എന്നൊക്കെ പറയും. അതുപോലെ ഫസാദിന് മറ്റൊരു മീനിങ് ഉണ്ട്, കറപ്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡും ഫസാദ് എന്നാണ്. അപ്പം ബാനൽ ഫസാദോ, ഇവിടെ നാശം സംഭവിച്ചിരിക്കുന്നു, പ്രകടമായിരിക്കുന്നു. ഹുന, ഇവിടെ എന്താ ഡിസ്ട്രക്ഷൻ അപ്പിയേർഡ് ഹിയർ ഫിൽ അർലി ഓൺ എർത്ത്, ഭൂമിയിലെ നാശം പ്രകടമായിരിക്കുന്നു. വൻതശറ ഫിൽ ബർരി വൽ ബഹരി, വൻതശറ പറഞ്ഞാൽ അത് വ്യാപിച്ചിരിക്കുന്നു. സ്പ്രെഡ് ഓൺ ഫിൽ ബർരി വൽ ബഹരി, സ്പ്രെഡ് ഓൺ ലാൻഡ് ആൻഡ് സീ, കരയിലും കടലിലും. ഫിൽ ബർരി പറഞ്ഞാൽ ലാൻഡ്, കര, വൽ ബഹരി സീ, കടലിലും. അപ്പൊ സ്പ്രെഡ് ഓൺ ലാൻഡ് ആൻഡ് സീ, എന്ത് വ്യാപിച്ചിരിക്കുന്നു? അൽ ഫസാദ്, ഭൂമിയിലെ കരയിലും കടലിലൊക്കെ എന്ത് നാശം സംഭവിച്ചിരിക്കുന്നു അല്ലെ, നാശം പ്രകടമായിരിക്കുന്നു. ഡിസ്ട്രക്ഷൻ അപ്പിയേർഡ് ഹിയർ. ലാ ഫർക്കും നറൽ ഇലല, ലാ ഫർക്കും എന്ന് പറഞ്ഞാൽ ലാ ശക്ക, അതിലൊരു വ്യത്യാസവുമില്ല. നറൽ ഇലല, എന്ത് ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് ടു സീ ദ കോസസ്. നറൽ ഇലല പറഞ്ഞാൽ വി സീ ദ കോസസ്, അതിൻ്റെ കാരണങ്ങൾ കണ്ടാലോ അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് ടു സീ ദ കോസസ്. അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ? ദർ ഈസ് ഡിസ്ട്രക്ഷൻ ഓൺ എർത്ത് സ്പ്രെഡ് ഓവർ ലാൻഡ് ആൻഡ് സീ, ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് വെൻ വി സീ ദ കോസസ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? ഇനി രണ്ടാമത്തെ ലൈനിലോട്ട് നോക്കാം. രണ്ടാമത്തെ ബൈത്ത്, തബ്കി സ്സമാഉ അലാ അർളിൻ മുഅല്ലമത്തിൻ അസ്വാബഹൽ ളുറുബാത തുദ്മിഉൽ മുഖല. തബ്കി സ്സമാഉ, ബക്ക യബ്കി, തബ്കി പറഞ്ഞാൽ കരയുന്നു. തബ്കി സ്സമാഉ, ആകാശം കരയുന്നു. അലാ അർളിൻ മുഅല്ലമത്തിൻ, മഹത്തായ ഭൂമിയുടെ മേൽ. മുഅല്ലമ പറഞ്ഞാൽ മഹത്തായ, ഗ്രേറ്റ്ഫുൾ, ഗ്ലോറിയസ് എന്നൊക്കെ പറയും അല്ലേ. മഹത്തായ ഭൂമിയുടെ മേൽ ആകാശം കരയുകയാണ്. എന്തിനു വേണ്ടിയാ? എന്തുകൊണ്ട്? സ്വാബഹ, അതിനെ ബാധിച്ചിരിക്കുന്നു, ഭൂമിയെ ബാധിച്ചിരിക്കുന്നു. അല്ലുർ, എന്തോ ഒരു ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു അല്ലേ. അല്ലുർ പറഞ്ഞാൽ അക്രമത്താൽ അല്ലെങ്കിൽ എന്തോ ദ്രോഹത്താൽ വലയുന്ന എന്തോ ഒരു ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു. അങ്ങനെ ബാധത്ത്, അങ്ങനെ രാപ്പാർക്കുന്നു. തുതുമയോൽ മുക്കല, കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് രാപ്പാർക്കുന്നു. അങ്ങനെ ആകാശം ഭൂമിക്ക് ബാധിച്ച ബുദ്ധിമുട്ട് ഓർത്തുകൊണ്ട് രാവും പകലൊക്കെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് രാപ്പാർക്കുന്നു എന്നാണ് പറയുന്നത്. ബാധസ് എന്ന് പറഞ്ഞാൽ രാപ്പാർക്കുന്നു. തുതുമിയുൽ മുക്കല, തുതുമിയോ പറഞ്ഞാൽ കണ്ണുനീരൊഴിക്കുക, മുക്കല പറഞ്ഞാലും കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് രാപ്പാർക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ദ സ്കൈ ക്രൈസ് ഓവർ എ ഗ്രേറ്റ് എർത്ത് ദാറ്റ് ഹാസ് ബീൻ അഫ്ലിക്റ്റഡ് വിത്ത് ഹാം ആൻഡ് സ്പെൻഡ് ദ നൈറ്റ് ഷെഡ് ടിയേഴ്സ്. أين الرياح التي كانت تغازلها هل جاءت الأرض ريح صرصر بدلا. أين الرياح, where is the wind? أين الرياح, എവിടെയാണ് റിയാഹ്? റീഹുൻ ജമ്മ റിയാഹ്, കാറ്റ്. കാറ്റ് എവിടെയാണ്? അല്ലത്തി, എങ്ങനെയുള്ള കാറ്റാണ്? കാനത്തു ഗാസിലുഹ, അവളെ ഭൂമിയെ ശൃംഗരിച്ചു കൊണ്ടേയിരുന്ന, അവളെ തുഹബിബുഹ എന്ന് പറയാം. തുഗാസിലുഹ എന്നാൽ തുഹബിബു, അവളെ സ്നേഹിച്ച് തലോടിക്കൊണ്ടിരുന്ന എന്ന് വെച്ചാൽ അവളെ ഭൂമിയെ ശൃംഗരിച്ചു കൊണ്ടിരുന്ന ആ പഴയ കാറ്റെവിടെയാണ്? ഹൽ ജാത്തിൽ അർല റീഹുൻ സർസറുൻ ബദല. ഹൽ ജാത്തിൽ അർല, ഭൂമിയിൽ വന്നുവോ? ഹൽ എന്ന് പറഞ്ഞാൽ ചോദിക്കുകയാണ്. ജാത്തിൽ അർല, ഭൂമിയിൽ വന്നുവോ? ജാ വന്നുവോ? റീഹുൻ സർസറുൻ ബദല. റീഹുൻ സർസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സർസറ എന്ന് വീശുന്ന കാറ്റ് എന്ന് വെച്ചാൽ ശക്തമായ വീശിയടിക്കുന്ന കാറ്റിനാണ് പറയുന്നത്. അപ്പോൾ നല്ല ശൃംഗരിച്ചു കൊണ്ടിരുന്ന, നല്ല മന്ദമാരുതൻ വീശി വന്നിരുന്ന കാറ്റിന് പകരമായിട്ട് ഇപ്പോൾ
വീശിയടിക്കുന്ന കാറ്റ് വന്നുവോ എന്നാണ് ചോദിക്കുന്നത്. ബദല പറഞ്ഞാൽ ഇൻസ്റ്റീഡ്, പകരമായിട്ട്. അപ്പോൾ എന്താ പറയുന്നത്? വേർ ഈസ് ദ വിൻഡ്, എവിടെയാണ് കാറ്റെന്ന് ചോദിക്കുകയാണ്. ദാറ്റ് വാസ് ഫ്ലേട്ടിങ് വിത്ത് ഹെർ. ഫ്ലേട്ടിംഗ് എന്ന് പറഞ്ഞാൽ ശൃംഗരിച്ചു കൊണ്ടിരിക്കുന്ന, അവളെ സ്നേഹിച്ചു കൊണ്ടിരുന്ന, ലവിങ് വിത്ത് ഹെർ, അവളെ ഭൂമിയെ ശൃംഗരിച്ചു കൊണ്ടിരുന്ന കാറ്റ് എവിടെയാണ്. ഡിഡ് ദ വിൻഡ് ബ്ലോ കെയിം ഓൺ ദി എർത്ത് ഇൻസ്റ്റീഡ്, അതിന് പകരമായിട്ട് ഭൂമിയിൽ വീശിയടിക്കുന്ന കാറ്റ് വന്നുവോ. വിൻഡ് ബ്ലോ came on the earth instead. ഇനി നമുക്ക് അടുത്തത് നോക്കാം. الماء لوث من أفعال إخوتنا جفت منابع أو بانت لنا ذللا. الماء لوث, വെള്ളം മലിനമായിരിക്കുന്നു. ലുവ്വിസ പറഞ്ഞാൽ പൊല്യൂട്ടഡ്, മലിനമായിരിക്കുന്നു. മിൻ അഫാലി ഇഖ്വത്തിന, നമ്മുടെ സഹോദരങ്ങളുടെ പ്രവൃത്തിയാൽ ജലം മലിനമായിരിക്കുന്നു. എന്താണ് പറയുന്നത്? വാട്ടർ ഈസ് പൊല്യൂട്ടഡ് ബൈ ദി ആക്ഷൻസ് ഓഫ് അവർ ബ്രദേഴ്സ്, അല്ലേ? നമ്മുടെ സഹോദരങ്ങളുടെ പ്രവൃത്തിയാൽ ജലം മലിനമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജഫത്സ് മനാബിയോ, സോഴ്സുകളൊക്കെ വറ്റി വരണ്ടിരിക്കുന്നു. ജഫത്സ് എന്ന് പറഞ്ഞാല് വറ്റി വരണ്ടിരിക്കുന്നു. മനാബിയോ സ്രോതസ്സുകൾ. ഔ ഭാനസ് ലനാ ദുലുല, ഭാനസ് എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ടിരിക്കുന്നു. ലനാ നമ്മൾക്ക്, ദുലുല പുതിയ വഴികളൊക്കെ വെളിപ്പെട്ടിരിക്കുന്നു. തുർക്കൻ യാബിസ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. തുർക്കൻ യാബിസ പറഞ്ഞാൽ വറ്റി വരണ്ട വഴികളായി മാറിയിരിക്കുന്നു. ജലസ്രോതസ്സുകളൊക്കെ വറ്റി വരണ്ട് അവിടെ പുതിയ വഴികൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? വാട്ടർ ഹാസ് ബീൻ പൊല്യൂട്ടഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് അവർ ബ്രദേഴ്സ്. സോഴ്സസ് ഹാവ് ഡ്രൈഡ് അപ്പ് ഓർ ഡ്രൈ റൂട്ട്സ് ഹാവ് ബീൻ ഷോസ് ടു അസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ويحمل النهر ما يلغي طهارته لينقل السم في أرجاء إن حملا. ويحمل النهر, നദി വഹിക്കുന്നു. യഹ്മിലു പറഞ്ഞാൽ ഹമല, യഹ്മിലു പറഞ്ഞാൽ വഹിക്കുന്നു. നെഹ്റു നദി, റിവർ. മാ യുൽഗി തൊഹാറത്തുഹു, മാ യുൽഗി പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യാം. തൊഹാറത്തുഹു അതിൻ്റെ പ്യൂരിറ്റി എന്ന് വെച്ചാൽ നദി അതിൻ്റെ പരിശുദ്ധിയെ ഇല്ലാതാക്കുന്ന എന്തെങ്കിലും ഒന്ന് വഹിക്കുന്നു എന്നാണ് പറയുന്നത്. യഹ്മിലു നെഹ്റു പറഞ്ഞാൽ നദി വഹിക്കുന്നു. മാ യുൽഗി തൊഹാറത്തുഹു അതിൻ്റെ പരിശുദ്ധിയെ ഇല്ലാതാക്കുന്ന. മാ യുൽഗി പറഞ്ഞാൽ ഇല്ലാതാക്കുന്ന എന്തെങ്കിലും വഹിക്കുന്നു. തൊഹാറത്തുഹു പറഞ്ഞാൽ അതിൻ്റെ പരിശുദ്ധി, പ്യൂരിറ്റി. ലിയൻകുലുസുമ്മ ഫി അർജായി ഇൻ ഹമല. ലിയൻകുലുസുമ്മ എന്നിട്ട് എന്ത്? വിഷം, പോയിസൺ ട്രാൻസ്ഫർ ചെയ്യുന്നു, കൈമാറാൻ വേണ്ടി. ലിയൻകുലുസുമ്മ വിഷം കൈമാറാൻ വേണ്ടി. ഫി അർജായി ചുറ്റും, അറൗണ്ട് ദ വേൾഡ്. ഇങ്ങനെ വെള്ളത്തിലൂടെയൊക്കെ മലിന ഒഴുകല്ലേ, അപ്പോൾ വിഷമാണ് ചുറ്റുഭാഗെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻ ഹമല അത് എന്തോ ഒന്ന് വഹിച്ചുകൊണ്ട് ചുറ്റും നദി അതിൻ്റെ പരിശുദ്ധിയെ ഇല്ലാതാക്കുന്നു, അല്ലേ? ഈ വിഷം വഹിച്ചുകൊണ്ട്. എന്താണ് പറയുന്നത്? ദ റിവർ ക്യാരീസ് സംതിങ്, എന്തോ ഒന്ന് വഹിക്കുന്നു. ദാറ്റ് എലിമിനേറ്റ്സ് ഇറ്റ്സ് പ്യൂരിറ്റി അതിൻ്റെ പരിശുദ്ധിയെ ഇല്ലാതാക്കുന്ന എന്തോ ഒന്ന് വഹിക്കുന്നു. ട്രാൻസ്ഫറിങ് പോയിസൺ അറൗണ്ട് ചുറ്റും എന്താണ്? പോയിസൺ ട്രാൻസ്ഫർ ചെയ്യാൻ. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ബേർഡൻ അതൊരു എന്താണ്? ഒരു ഭാരമായിട്ട് എന്തോ ഒന്ന് വഹിക്കുന്നു, അല്ലേ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. أمست هناك نفايات مبعثرة من كل نوع كأن العقل ما عقلا. أمست هناك ഇന്നലകൾ ഇവിടെ ആയിരുന്നു. അംസത്ത് പറഞ്ഞാൽ ഇന്നലകളായിരുന്നു. ഹുനാക്ക ഇവിടെ. നുഫായാത്തും മുബഅസറത്തുൻ മാലിന്യങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു. നുഫായാത്തുൻ എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ. മുബഅസറത്തുൻ
ചിതറിക്കിടക്കുകയായിരുന്നു. ഇന്നലകൾ ഇവിടെ മാലിന്യങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു. മിൻകുല്ലി നോയിൻ, ഓൾ കൈൻഡ്, എല്ലായിടത്തും എന്ത് മാലിന്യങ്ങൾ ചിതറിക്കിടക്കുകയാണ്. എല്ലാ ഇനം മാലിന്യങ്ങളും ചിതറിക്കിടക്കുകയായിരുന്നു. കഅന്നൽ അക്ല മാ അക്ല, എന്ന് വെച്ചാല് മനസ്സ് അല്ലാതാവുക എന്നാണ് പറയുന്നത്. കഅന്നൽ അക്ല, ആസ് ഇഫ് ദ മൈൻഡ് ഈസ് നോട്ട് എ മൈൻഡ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇന്നലകൾ ഇവിടെ മാലിന്യങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു. Yesterday there was scattered waste of every kind. The mind was not rational. The mind was not rational എന്ന് പറഞ്ഞാൽ കഅന്നൽ അക്ല മാ അക്കല എന്ന് വെച്ചാൽ മനസ്സ് ഒരു യുക്തിസഹമായിരുന്നില്ല. എല്ലാവരുടെയും മനസ്സ് ഒരു യുക്തിസഹമായിരുന്നില്ല, മനസ്സായിരുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത നോക്കാം. നറത്തലൗസ വത്തഅദീനു മസ്ദറഹു കദത്തസഹുറ അൽഹാ യുർഹിബുദ്ദുവല. നറത്തലൗസ, നമുക്ക് നമുക്ക് കാണാം. അത്തലൗസ, മാലിന്യങ്ങൾ നമുക്ക് കാണാം. പൊല്യൂഷൻസ് നമുക്ക് കാണാം. വത്തഅദീനു, തഅദീൻ പറഞ്ഞാൽ മൈനിങ്, ഖനനം. അപ്പോൾ മസ്ദറഹു, അതിൻ്റെ ഒരു ഉറവിടമായിട്ട് നമുക്ക് കാണാം. എന്താണ് പറയുന്നത്? ഈ മലിനീകരണവും ഖനനവുമാണ് അതിൻ്റെ ഉറവിടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. എന്ത്? ഈ മാലിന്യ നുഫായാത്തിലെ ഇപ്പോൾ ഈ ഖനികൾ എന്ന് പറഞ്ഞാൽ ഖനനം നടത്തുക, ഈ എണ്ണ കുഴിച്ചെടുക്കുന്ന ഖനികളുണ്ട്. അതുപോലെ എന്താണ് സ്വർണങ്ങൾ, ഇരുമ്പ്, ഇതൊക്കെ കുഴിച്ചെടുക്കുന്ന ഖനികളുണ്ട്. അപ്പോൾ ഈ ഖനികളിൽ നിന്നാണ് നമ്മൾ ഖനനം നടത്തി കുഴിച്ചെടുക്കുന്നതിനെയാണ് മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമൂലം നമ്മുടെ പ്രകൃതിക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നു, ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമൂലം വായു മലിനീകരിക്കുന്നുണ്ട്, ഭൂമി അതുപോലെ അത് ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഈ ഈ പ്രകൃതി മലിനീകരണത്തിൻ്റെ പ്രധാന കാരണങ്ങൾ, ഉറവിടമായിട്ട് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? നറത്തലവൂസ, നമുക്ക് പൊല്യൂഷൻസ് ആയി കാണാം. ഒത്തഴദീനും, ഖനനവുമാണ് എന്ത്? മസ്ദറഹു, അതിൻ്റെ ഉറവിടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്ത്? കദത്തസഹുറ, അതുപോലെ തന്നെ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന മറ്റൊരു എന്താണ് മരുഭൂവൽക്കരണം. മരുഭൂവൽക്കരണം എന്ന് പറഞ്ഞാൽ ചെടികളും മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് നമ്മുടെ നാടിൻ്റെ ആ ഒരു ഒരു നല്ലൊരു മഹത്തായൊരു മാതൃക ഉണ്ടല്ലോ, മരങ്ങൾ ഇതൊക്കെയുള്ള, അതൊക്കെ വെട്ടി നശിപ്പിച്ച് ആകെ മരുഭൂവൽക്കരിക്കുന്നതിനെയാണ് എന്ത്? മരങ്ങളില്ലാതായാൽ വെള്ളമില്ലാതാവും, അങ്ങനെ ഒരുപാട് ഇതായി പോലെ, അങ്ങനെ മരുഭൂവൽക്കരണമായി മാറുന്ന അതും ഒരു എന്താണ്? ഒരു തലവൂസിൽപ്പെട്ടതാണല്ലേ. അപ്പോൾ അൽഹ യുർഹിബുദ്ദുവല, അൽഹ യുർഹിബുദ്ദുവല, ഓരോ രാജ്യങ്ങൾ, യുർഹിബു പറഞ്ഞാൽ ഭയക്കുന്നു, എന്താണ്? മരുഭൂവൽക്കരണം രാജ്യങ്ങൾ ഓരോ ഭീകരമായി കാണുന്നു എന്നാണ് പറയുന്നത്. കദത്തസഹുർ പറഞ്ഞാൽ മരുഭൂവൽക്കരണം, അതുപോലെ തന്നെ മരുഭൂവൽക്കരണം അൽഹാ യുർഹിബുദ്ദുവല, രാജ്യങ്ങൾക്ക് ഒരു ഭീകരമായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? വി സീ ദ പൊല്യൂഷൻസ് ആൻഡ് മൈനിങ് ആസ് ഇറ്റ് ഈസ് സോഴ്സ് ആൻഡ് desertification has become a terror to countries അല്ലേ എന്നാണ് പറയുന്നത്. ഇന്നൽ അനാമ ബിഅർളില്ലാഹി ഖദ അബസു വഫിൽ ഹയാത്തി നിലാമുൻ യൽരിബുൽ മസല. ഇന്നൽ അനാമ ബിഅർളില്ലാഹി ഖദ അബസു, ഇന്നൽ അനാമ, നിശ്ചയമായി ജനങ്ങൾ, ബിഅർളില്ലാഹി, ദൈവത്തിൻ്റെ നാട്ടിലെ ജനങ്ങൾ, ഖദ അബസു, അവര് എന്ത്? കൃത്രിമം കാണിച്ചിരിക്കുന്നു. കഥാബസ് പറഞ്ഞാൽ അവർ തെറ്റിപ്പോയിരിക്കുന്നു, കൃത്രിമം കാണിക്കുന്നു. ഫിൽ ഹയാത്തി, ജീവിതത്തിൽ, നിലാമുൻ, നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ ഈ ദൈവത്തിൻ്റെ നാട്ടിലെ ജനങ്ങളുടെ ഈ ജീവിതത്തിലുണ്ട് നിലാമുൻ, ഒരു വ്യവസ്ഥിതിയുണ്ട്.
ആ വ്യവസ്ഥിതിയിൽ നിന്നൊക്കെ എന്തായിരിക്കുന്നു, തെറ്റിപ്പോയിരിക്കുന്നു. അവര് അതിൽ നിന്നൊക്കെ കൃത്രിമം കാണിച്ചിരിക്കുന്നു. അങ്ങനെ എലിരിബുൽ മസല, നമുക്ക് എന്താണ് ഒരു മാതൃകയാക്കേണ്ട ഒരു വ്യവസ്ഥിതി നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ ലോകത്തെ ഈ ജീവിതത്തിലുണ്ട് ഒരു വ്യവസ്ഥിതി, ഒരു വ്യക്തമായ ഒരു വ്യവസ്ഥിതി ഉണ്ട്. അതൊക്കെ തെറ്റിച്ചു കൊണ്ടാണ് എന്താണ് ഈ നാട്ടിലെ ജനങ്ങളെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പീപ്പിൾ ഓൺ ഗോഡ്സ് ലാൻഡ് ഹാവ് ബീൻ ടെമ്പറിങ് ആൻഡ് ദർ ഈസ് എ സിസ്റ്റം ഇൻ ലൈഫ് ദാറ്റ് സെറ്റ് ആൻ എക്സാമ്പിൾ. എന്താണ് പറയുന്നത്, ദൈവത്തിൻ്റെ നാട്ടിലെ ആളുകൾ കൃത്രിമം കാണിക്കുന്നു. അവര് ജീവിതത്തിൽ ഒരു മാതൃക കാണിക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ട് അല്ലെ. ജീവിതത്തിൽ നമുക്കൊരു മാതൃകയാകേണ്ട ഒരു വ്യവസ്ഥിതി ഉണ്ട്. പക്ഷെ അതൊക്കെ തെറ്റിയാണ് ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ചെറു കവിതയിൽ നിന്നും എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ കവി ആരാണ്? ദക്തൂർ മുഅ്തസ് അലി അല്ലേ. മുഅ്തസ് അലിയാണ് നമ്മുടെ ഡോക്ടർ മുഅ്തസ് അലിയാണ് നമ്മുടെ ഈ കവിത രചിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കവിയെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അനിഷായർ വഷീർ, കവിയെ കുറിച്ചും വഷീർ അദ്ദേഹത്തിൻ്റെ കവിതകളെ കുറിച്ചും. അപ്പോൾ ദക്തൂർ മുഅ്തസ് അലി അഹ്മദുൽ ഖുതുബ്, അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമമാണ് മുഅ്തസ് അലി അഹ്മദുൽ ഖുതുബ് എന്നാണ് കേട്ടോ. ഷായറുൻ ഫിലിസ്തീനിയും, അദ്ദേഹം ഒരു ഫലസ്തീനിലെ ഒരു കവിയാണ്. ഉലിദ ബി ഖുദ്സ്, ഖുദ്സിലാണ് അദ്ദേഹം ജനിച്ചത്. ഫി ഫിലിസ്തീൻ സന 1968 മിലാദിയ, 1968 അദ്ദേഹം ഫിലിസ്തീനിലെ ഖുദ്സിലാണ് ജനിക്കുന്നത്. ലഹു ഖസായിദുൻ തുദരിസു ഫി മുഖററാത്ത് ദിറാസിയ ഫി ഫിലിസ്തീൻ എന്ന് ലഹു അദ്ദേഹത്തിനുണ്ട് ഖസായിദുൻ ഒരുപാട് കസീദകൾ, കവിതാ സമാഹാരങ്ങളുണ്ട്. തുദരിസു അത് പഠിപ്പിക്കുന്നു, ഫി മുഖററാത്തിൻ ദിറാസിയ അക്കാഡമിക് പാഠ്യപദ്ധതികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ കവിതകളൊക്കെ പഠിപ്പിക്കുന്നു. ഫി ഫിലിസ്തീൻ ഫലസ്തീനിലെ വൽ ഇമാറാത്ത് എമിറേറ്റ്സിലെയും വൽ ജസായിർ അൾജീരിയ പിന്നെ വൽ മഗ്രിബ് മൊറോക്കോ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. മിൻ അഷ്ഹരി മുഅല്ലഫാത്തിഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകളിൽപ്പെട്ടതാണ് ആഖിർ സൂറത്തിൽ മൗലാത്തി, പിന്നെ റിസാലത്തും മിൻ മൗലാത്തി, അതുപോലെ ഖൈസ് വൽ ഖുദുസ്, ഖൈസ് വൽ ഖുദുസ് എന്ന കവിത രചനകളാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുഅല്ലഫാത്തുകൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി മനസ്സിലാക്കുക. പ്രസിദ്ധനായ ഒരു ഷായറാണ് ആര്? ദക്തൂർ മുഅ്തസ് അലി. ബയാനാത്തുകൾ അദ്ദേഹത്തിൻ്റെ ജിൻസിയ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. എന്താണ്? അദ്ദേഹം ഷായറും ഫിലിസ്തീനിയും അല്ലേ. അദ്ദേഹത്തിൻ്റെ സിറ്റിസൺഷിപ്പ് എവിടെയാണ്? ഫിലിസ്തീനിലാണ്, ഖുദ്സിലാണ് ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുഅല്ലഫാത്തുകളാണ് ആഖിർ സൂറ ലി മൗലാത്തി, റിസാലത്തും മിൻ മൗലാത്തി, ഖൈസ് വൽ ഖുദുസ് അല്ലേ. അപ്പോൾ കവിയെക്കുറിച്ച് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അശ്ശാഇർ യഖൂലു, കവി എന്താണ് പറയുന്നത്? കവി പറയുന്നു, നമ്മുടെ ഒരു പദ്യം നോക്കില്ലേ, ആ പദ്യത്തിൻ്റെ ഗദ്യമാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു പദ്യത്തിൻ്റെ ചെറു വിശദീകരണം, ഓരോ ലൈനിലും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചെറു വിശദീകരണമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. ഇന്തശറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി, ഇന്തശറൽ ഫസാദു, ഫസാദ് നാശം വ്യാപിച്ചിരിക്കുന്നു, ഫിൽ ബരി വൽ ബഹരി കടലിലും കരയിലും, തബിക്കിസ്സമാവു ആകാശം കരയുന്നു, അലൽ അർള് ഭൂമിയുടെ മേൽ ആകാശം കരയുന്നു, ബി അലറാറില്ലത്തി അസാബഹ ഭൂമിക്ക് ബാധിച്ച ബുദ്ധിമുട്ടുകളോർത്ത് ആകാശം കരയുകയാണ്. തതുമാവു അലൈഹ ലൈലും വനഹാറ്, തതുമാവു പറഞ്ഞാൽ കണ്ണുനീർ പൊഴിച്ചു കൊണ്ടിരിക്കുന്നു, അലേഹ ഭൂമിയുടെ മേൽ, ലൈലം വനഹാറ്
രാവിലെ രാവും പകലും ഭൂമിയുടെ മേൽ കണ്ണുനീർ പൊഴിച്ചു കൊണ്ടിരിക്കുന്നു ആകാശം. യസ് അലു ഷായർ, അങ്ങനെ കവി ചോദിക്കുകയാണ്, അനിരിയാഹി, കാറ്റിനോട് ചോദിക്കുകയാണ്, അല്ലത്തി തെഹ്ബു, അതിങ്ങനെ വീശുന്നുണ്ട്, ഫി അർലി, ഭൂമിയിൽ, മുഖാസിലത്തൻ, എന്ത് ശൃംഗാരവാനായിട്ട് എന്ന് വെച്ചാല് ശൃംഗാരവതിയായി എന്ന് വെച്ചാൽ എന്താ, സ്നേഹത്തോടെ തലോടിക്കൊണ്ടിരുന്ന ആ കാറ്റിനോട് ചോദിക്കുകയാണ് അല്ലെ. ഒരു ലൈനിൽ പറയുന്നുണ്ട് അങ്ങനെ. ഹൽ തബദ്ദലത്തി റീഹു സർസറൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഹൽ തബദ്ദലത്തി പറഞ്ഞാല് മാറി വന്നോ, റീഹു സർസറൻ എന്തായിട്ട് പകരമായിട്ട് വന്നതാണോ, എന്ത് ശക്തമായ സർസറ എന്ന് വീശിയടിക്കുന്ന കാറ്റ് പകരമായിട്ട് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ അടുത്ത ലൈനിൽ ലുവിസൽ മാഉ ബി അഫ്ആലിന്നാസി, വെള്ളം മലിനമായിരിക്കുന്നു, ലുവിസ പറഞ്ഞാല് മലിനമായിരിക്കുന്നു, ബി അഫ്ആലിന്നാസി, ജനങ്ങളുടെ പ്രവർത്തനങ്ങളാൽ, വനുഫിദത്ത് മനാബിയുഹ, അതുപോലെ തന്നെ ഉറവിടങ്ങളൊക്കെ എന്തായിരിക്കുന്നു, വറ്റി വരണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സ്വാറത്ത് തുറുക്കനി യാബിസ, അങ്ങനെ ഈ സ്രോതസ്സുകൾ, ജലസ്രോതസ്സുകളൊക്കെ വറ്റി വരണ്ട് അവിടെ ഒരു ഉണങ്ങിയ വഴികളായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ വയഹ്മിലിൻ നെഹ്റു, അതുപോലെ തന്നെ നദി വഹിച്ചു കൊണ്ടിരിക്കുന്നു, നജാസാത്തുൻ, മാലിന്യങ്ങളൊക്കെ വഹിച്ചു കൊണ്ടിരിക്കുന്നു, കമാ യൻകുലുസുമ്മ ഫി മിൻ കുല്ലി നവാഹിൻ അർള്, ഭൂമിയുടെ എല്ലാ ഇടങ്ങളിലും എന്ത്, യൻകുലുസുമ്മ, വിഷം ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. വിഷം ആണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ അടുത്ത ലൈനിൽ പറയുന്നുണ്ട്, നുഫായാത്തുൽ മുതനവ്വിയാത്തും മുൻതശിറത്തും കന്നന്നാസ് ലാ യഅ്ഖിലൂന ശൈഅൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് നുഫായാത്തുൻ, മാലിന്യങ്ങൾ, മുതനവ്വിയാത്തും, വ്യത്യസ്ത മാലിന്യങ്ങൾ, മുൻതശിറത്തും, വ്യാപിച്ചിരിക്കുന്നു, കന്നന്നാസ, ജനങ്ങൾ എന്തുപോലെയുണ്ട്, ലാ യഅ്ഖിലൂന ശൈഅൻ, കന്നന്നാസ്, നിശ്ചയമായും ജനങ്ങൾ, ലാ യഅ്ഖിലൂന ശൈഅൻ, അവർക്ക് ഒന്നിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല എന്നാണ് പറയുന്നത് കവി. ലാ യഅ്ഖിലൂന ശൈഅൻ, ഒരു അന്തവും ഇല്ല എന്നൊക്കെ എന്നാണ് പറയുന്നത്. അപ്പം അവർക്ക് ബുദ്ധി ഉണ്ടായിട്ടും അവർ ചിന്തിക്കുന്നില്ല എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. തജമ്മാത്തി നുഫായാത്തും, അങ്ങനെ മാലിന്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, ഹൗലന, നമുക്ക് ചുറ്റും, ബിത്താഴദീനി വൈരിഹി, ബിത്താഴദീനി പറഞ്ഞാൽ ഖനനം മൂലവും വൈരിഹി, അതല്ലാതെയും. അപ്പൊ ഈ ഖനനം നടത്തുമ്പോഴൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുമല്ലാതെയും. പിന്നെ തസഹുറു യുർഹിബുദ്ദുവല മുഖ്തലിഫത്തെ, തസഹുറു എന്താണ്, മരുഭൂവൽക്കരണം, യുർഹിബുദ്ദുവല, അത് രാജ്യങ്ങളെ എന്താക്കുന്നു, പേടിപ്പെടുത്തുന്നു, മുഖ്തലിഫ, വ്യത്യസ്ത രാജ്യങ്ങളെ ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുന്നു അല്ലെ, പേടിപ്പിക്കുന്നു. മരുഭൂവൽക്കരണം എല്ലാവർക്കും പേടിയായിരിക്കും അല്ലെ. അപ്പൊ ഇന്ന ഫിൽ അർളി നിലാമൻ മിസാലിയം വലാകിൻ അഫ്സദഹുന്നാസു ബി അഫ്ആലിഹിം, ഇന്ന ഫിൽ അർളി, നമ്മുടെ ഈ ഭൂമിയിലുണ്ട്, നിലാമൻ, ഒരു വ്യവസ്ഥിതിയുണ്ട്, മിസാലിയൻ, ഒരു മാതൃകാപരമായ ഒരു എന്തുണ്ട്, ഒരു വ്യവസ്ഥിതിയുണ്ട് നമ്മുടെ ഭൂമിക്ക്. വലാകിൻ, പക്ഷേ, അഫ്സദഹുന്നാസു ബി അഫ്ആലിഹിം, ജനങ്ങളുടെ പ്രവർത്തനങ്ങളാൽ അതെല്ലാം നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നൻഷിദുൽ മൽലൂമ ബി അൽഹാനി മുഖ്തലിഫ, ഇനി നമുക്ക് ഈ കവിതയൊന്ന് പാടി നോക്കാം. ബി അൽഹാനി മുഖ്തലിഫ, വ്യത്യസ്ത ഈണത്തിലൊന്ന് പാടി നോക്കാം. അപ്പം ഞാനൊരു നല്ലൊരു ഈണത്തിലൊന്ന് വിട്ടു തന്നു ഫസ്റ്റായിട്ട്. അപ്പം അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാവനയിൽ, നിങ്ങളുടെ രീതിക്കനുസരിച്ച് നല്ല ഉഷാറായിട്ട് പാടി നോക്കുക, പല ഈണത്തിൽ പാടി നോക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നുജീബു അനിൽ അസ്ഇല, താഴെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്ന് ഉത്തരം നൽകി നോക്കാം. ലിമ തബ്കി സമാഉ, എന്തിനാണ് ആകാശം കരയുന്നത്? തബ്കി സമാഉ അലാ അർളിൻ ബി അൽറാറിൽ ലത്തി അസാബഹ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഭൂമിക്ക് ബാധിച്ച ബുദ്ധിമുട്ടുകളെ ഓർത്തിട്ടാണ് എന്ത് ആകാശം കരയുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ, കൈഫ തഗയ്യറത്തി റിയാഹു ഭാരിദത്ത, എങ്ങനെയാണ് ഈ കാറ്റ് മാറ്റം സംഭവിച്ചത്? അൽ ഭാരിത, ആ തണുത്ത കാറ്റ് എങ്ങനെയാണ്, എന്ത് മാറ്റാണ് വന്നത്?
തബദ്ദലത്തി റീഹു സർസറ സർസറ എന്ന് പെയ്തുലേ. കാറ്റടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല വീശി അടിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം തബദ്ദലത്തി റീഹു സർസറൻ എന്ന് പറയാം. പിന്നെ കൈഫ യസിഫുൻ ഷായറു ഹബൂബ റീഹി ഫിൽ അർളി. കൈഫ യസിഫു ഷായറു, കവി എന്താണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്? ഹബൂബ റീഹി ഫിൽ അർളി, ഭൂമിയിലുള്ള കാറ്റിൻ്റെ, ഹബൂബ റീഹി കാറ്റ് വീശുന്നതിനെ കുറിച്ച്, നല്ല കാറ്റ് മന്ദമാരുതം വീശി അടിക്കുന്നതിനെ കുറിച്ചൊന്ന് പറയുന്നുണ്ട് അല്ലേ ഇതില്. അതെങ്ങനെയാണ്? മൊഹാസിലത്തൻ എന്നാണ് പറയുന്നുണ്ട് അല്ലേ. കവിതയിൽ എന്താണ് പറയുന്നത്? അല്ലത്തി കാനത്തെ തുഹാസിലുഹ എന്ന് പറയുന്നത്, ശൃംഗരിച്ചു കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ബിമ ലൂവിസത്തിൽ അർളുവൽ അൻഹാറു, നദികളും ഭൂമിയും എങ്ങനെയാണ് മലിനമായതെന്ന് ആണ് നാലാമത്തെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ പറയുന്നുണ്ട് അല്ലേ, ലൂവിസൽമാസ് അല്ലേ, ജനങ്ങളുടെ പ്രവർത്തനങ്ങളാലാണ്, ജനങ്ങളുടെ കരങ്ങളാലാണ് ഭൂമി ഒക്കെ മലിനമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ആൻസറും, ബിഅഫ്ആലിന്നാസ് അല്ലേ. നഖ്റഉൽ ആയാത്തുൽ കരീമ വനഖ്താറു മിനൽ മൻലൂമി സത്രൻ യുനാസിബുഹ. നഖ്റഉൽ ആയത്തുൽ കരീമ, നമുക്ക് താഴെയുള്ള പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് കാണുന്നത് താഴെ. വനഖ്താറു മിനൽ മൻലൂമി, അത് നമുക്ക് കവിതയിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. സത്രൻ യുനാസിബുഹ, അതിനോട് യോജിച്ച വരി ലൈൻ ഏതാണെന്ന് നമുക്ക് കണ്ടെത്താം. അപ്പോൾ താഴെ സൂറത്ത് റൂമിലെ ഒരു ആയത്താണ് താഴെ നമുക്ക് കാണാൻ പറ്റുന്നത്. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. എന്താണ്? ലഹറൽ ഫസാദു, നാശം പ്രകടമായി, ഫിൽ ബരി വൽ ബഹരി, കടലിലും കരയിലും, ബിമാ കസബത്ത് ഐദിൻ നാസി, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ, ലിയുദീഖഹും അവർ അനുഭവിക്കാൻ വേണ്ടി, ബാലല്ലതി അമിലോ, അവരുടെ പ്രവർത്തന ഫലമായി അവർ അനുഭവിക്കുന്നതിന് വേണ്ടി, ലഅല്ലഹും യർജിഊൻ, അവർ തിരിച്ചു മടങ്ങിയിരുന്നെങ്കിൽ എന്നുള്ള ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് റൂമിലെ ഒരു ആയത്തിൽ 41ാമത്തെ ആയത്താണ്. അപ്പോൾ ഈ ആയത്തിനോട് യോജിച്ചൊരു ലൈന് ഏതായിരിക്കും? ഫസ്റ്റത്തെ പദ്യത്തിൻ്റെ ഫസ്റ്റ് ലൈൻ ആയിരിക്കും അല്ലേ. ബാനൽ ഫസാദ് ഹുനാ ഫിൽ അർളി വൻതശറ ഫിൽ ബരി വൽ ബഹരി ലാ ഫർഖുൻ അലല എന്നായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രതീക്ഷിക്കാം. ഒരു ആയത്ത് തന്നിട്ട് അതിനോട് യോജിക്കുന്ന ഒരു കവിതയുടെ ലൈൻ ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ മുമ്പ് കണ്ടില്ലേ, എന്താണ് നമ്മുടെ കുലുഷായറു എന്ന് പറഞ്ഞിട്ട് ഒരു ഗദ്യം കണ്ടു, പദ്യത്തിൻ്റെ ഗദ്യം കണ്ടു. അതിൽ നിന്നും ഓരോ ലൈനുകൾ തിന്നിട്ട് ഇത് ഏത് ലൈനാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താൻ എക്സാമിനൊക്കെ പൊതുവേ കണ്ടുവരുന്നൊരു മോഡലാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തൊന്ന് നോക്കാം. നഖ്താർ ജുമുഅ കലിമാത്തിൽ ആതിയ മിനൽ മൻലൂമി. നഖ്താർ ജുമുഅ, നമുക്ക് ജമുഅകൾ കണ്ടെത്താം, തിരഞ്ഞെടുക്കാം. അൽ കലിമാത്തിൽ ആതിയ മിന്നൽ മൻലൂമി, കവിതയിൽ നിന്നും നമുക്ക് കുറച്ച് താഴെ കുറച്ച് വേർഡ്സുകൾ തന്നിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ജമ്മുകൾ കവിതയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടെത്താം. അപ്പം മൻബവും ജമ്മ് മനാബിയോൻ അല്ലേ, കവിതയിൽ പറയുന്നുണ്ട്. ജഫത്തിൽ മനാബിയോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൗലത്ത് പറഞ്ഞ് അതിൻ്റെ ജമ്മ് എന്താണ്? അവസാനത്തെ രണ്ടാമത്തെ ലൈനിൽ അവസാന ഭാഗമായിട്ട് കാണാം ദുവൽ എന്ന് കാണുന്നുണ്ട് അല്ലേ, ദുവലാന്ന്. അപ്പോൾ ദൗലത്തും ജമ്മ് ദുവല്. പിന്നെ അഹുൻ എന്നുള്ളതിൻ്റെ ജമ്മ് എന്തായിരിക്കും? നമ്മൾ കവിതയിൽ വരുന്നുണ്ട് എന്ത്, ഇഹ്വത്സിന എന്ന് പറയുന്നുണ്ട് അല്ലേ, ഇഹ്വത്സ്. അപ്പം അഹുൻ ജമ്മ് ഇഹ്വത്താണ് കേട്ടോ. പിന്നെ അതുപോലെ രീഹിൻ്റെ എന്താണ്? റിയാഹ്, റിയഹുൻ ജമ്മ് റിയാഹ്, ഐന് റിയാഹു എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ നുഫായാത്ത് പറഞ്ഞാൽ മാലിന്യങ്ങൾ, അതിൻ്റെ
ഇതിൽ വരുന്നത് അംസത്ത് ഹുനാക്ക നുഫായാത്ത് അല്ലേ, നുഫായത്തും ചെമ്മ് നുഫായാത്ത്. പിന്നെ അതുപോലെ ഫിയല് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഫാല് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാൽ എന്ന് പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ അവസാനമായിട്ട് നുമാരിസുൽ ഖത്ത, താഴെ അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഖത്ത് റുക്കയുടെ ഒരു മോഡൽ കാണുന്നുണ്ട് അല്ലേ. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉഷാറാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നുമാരിസ് പറഞ്ഞാൽ നമുക്ക് പരിശീലിക്കാം. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സുക്കൂൻ ലിസാൻ സലാമത്തു നഫ്സി അലാമത്തു ഷറഫ് അല്ലേ. ഇതൊക്കെ എല്ലാവരും ഒന്ന് എഴുതി നോക്കുക, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉഷാറാക്കാം. പിന്നെ അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇനി പുതിയ വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ.